ഇവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളട്ടെ. എന്നെ അങ്ങനെ എല്ലാവർക്കും പരിചയമുണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ പണ്ട് ഈ ദേവാലയത്തിലല്ല, പഴയ ദേവാലയത്തിൽ, പഴയ പള്ളി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ വെക്കേഷന് എൻ്റെ മാതാപിതാക്കളോടുകൂടെ ഇവിടെ കടന്നു വരികയും നിങ്ങളോടൊപ്പം സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം പഠനത്തിന് ശേഷം സെമിനാരി, കോട്ടയം സെമിനാരി, ഫോർട്ട് കൊച്ചി സെൻറ്റ് ജോർജ് മാർത്തോമ ഇടവകയാണ്, അവിടെയാണ് ഞങ്ങളുടെ വീടുള്ളത്. എന്നാൽ സ്വദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, എളമ്പലാണ്. ഇപ്പോൾ പാലക്കാട് മിഷനറി ആയിട്ട്, കുഴൽമന്നം പാലക്കാട് മിഷനറി ആയിട്ട് ചുമതല ഏൽക്കുവാനായിട്ട് പോകുന്നു. അടുത്ത ആഴ്ച അങ്ങോട്ട് പോകുവാണ്. അതിനു മുൻപേ അച്ഛൻ വിളിച്ച് ഇവിടെ വരണം, ഒരു കുർബാന എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചു. അച്ഛനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയം അറിയിക്കുന്നു. ഞാൻ പട്ടംകുടയ്ക്ക് വിളിക്കാൻ വേണ്ടി വന്ന സമയത്തെ അച്ഛൻ പറഞ്ഞതായ കാര്യമാണ്, ഇവിടെ വന്ന് ഒരു ദിവസം നിങ്ങളെല്ലാവരും കണ്ട് ഒരു കുർബാന എടുക്കണമെന്നുള്ളത്. പിന്നീട് അച്ഛൻ എപ്പോഴും പ്രാർത്ഥനയിൽ ഓർക്കുകയും ആ കാര്യം എന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അച്ഛനോടും കൊച്ചമ്മയോടുള്ള പ്രത്യേക സ്നേഹം ഈ സമയം അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഞാൻ ആദ്യമേ ക്ഷണിക്കുകയാണ്. ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം ഉള്ള ഒരു ശുശ്രൂഷ മേഖലകളിലേക്ക് കടക്കുവാനായി ഒരുങ്ങുന്ന ഈ നാളുകളിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളെല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഈ സമയം അപേക്ഷിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഈ എളമ്പൽ ജെറുസലേം ഇടഭാഗങ്ങളുണ്ട്. എൻ്റെ പ്രാർത്ഥനയും നിങ്ങൾക്കുണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ന് സേവ്യ സംഘ ദിനമാകുന്നുവല്ലോ. അമ്മച്ചിമാർ, ആൻറ്റിമാർ, ചേച്ചിമാരൊക്കെ എന്നെ വളരെ തുറിച്ച് നോക്കുന്നുണ്ട്. അവരുടെ ഒരു അവസരമാണ് ഞാനിന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഇന്ന് ശുശ്രൂഷകളിൽ, വചന ശുശ്രൂഷയടക്കം എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകേണ്ടത് സേവ്യ സംഘ അംഗങ്ങളാണ്. എന്നാൽ ഇന്ന് പ്രസംഗിക്കുവാനുള്ള അവസരം അച്ഛൻ എനിക്ക് നൽകുകയായിരുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് സേവ്യാസംഘത്തിൻ്റെ ദിനമായി നാം ഇന്ന് കൊണ്ടാടുമ്പോൾ കേന്ദ്രമായി സുവിശേഷ സേവ്യാസംഘം ചെയ്യുന്നതായ എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് പ്രാർത്ഥനയോടെ ഓർക്കാം. 105 വർഷത്തോളം കർത്താവ് നടത്തി, കർത്താവിൻ്റെ സുവിശേഷവുമായി അനേകം ഇടങ്ങളിൽ പോകുവാനും പ്രവർത്തിക്കുവാനും ഇടവകളിൽ അപ്രകാരം സ്ത്രീകളെ വളർത്തിയെടുക്കുവാനും എല്ലാം ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് എളമ്പൽ ജെറുസലേമിലെ സേവ്യ സംഘടനയിലെ പ്രവർത്തിക്കുന്ന സേവ്യ സംഘ അംഗങ്ങളെല്ലാം അനുമോദിക്കുകയും ഈ സേവ്യ സംഘ ദിനത്തിൻ്റെ എല്ലാ ആശംസകൾ അവർക്ക് അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നാം ഏവൻഗേലിയോനായി വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നെയും ശൂഷന്നെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോയ മറ്റ് പല സ്ത്രീകളും ഉണ്ടായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സേവ്യാസംഘ ദിനമായി ഓർക്കുകയും കൊണ്ടാടുകയും ചെയ്യുന്ന ഈ ദിനത്തിൽ നിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളായിരിക്കുമ്പോൾ സ്ത്രീകളെ സുവിശേഷീകരണത്തിനായി, സാക്ഷ്യ ജീവിതം നയിക്കുന്നതിനായി അവരെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന നല്ലവനായ യേശു കർത്താവിനെ യഥാർത്ഥമായി ഞങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാനും ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഞങ്ങളെ അവിടെ ഇടയാക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ വചന കേൾവി ഞങ്ങളെ തന്നെ ശോധന ചെയ്യുന്നതിനും ഒരു അവിടെ കർത്താവിനെ അനുഗമിച്ചതായ ചില സ്ത്രീകളുടെ പേരുകൾ എടുത്ത് പറയുകയാണ്. അപ്പോൾ പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകളും കർത്താവിനെ അനുഗമിക്കുന്നതായി, സുവിശേഷത്തെ പ്രചരിപ്പിക്കുന്നതിലുള്ള സ്ത്രീകളുടെ പങ്ക് വളരെ വ്യക്തമായി വരച്ചു കാട്ടുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അവനോടൊപ്പം നടന്ന് വേണ്ടതായ സംഭാവനകളും വേണ്ടതായ ശക്തീകരണവും കരുതലുകളും നൽകുന്നതായ സ്ത്രീകളെ അവിടെ നാം കാണുന്നു. മഗ്ദലക്കാരത്തി മറിയയുണ്ട്, യോഹന്നയുണ്ട്, ശൂഷന്നയുണ്ട്. അതുപോലെ സൗഖ്യം ലഭിച്ചതായ മറ്റ് സ്ത്രീകളും, അവർക്ക് ലഭിച്ചതായ സൗഖ്യവും അവർക്ക് ഉണ്ടായതായ രൂപാന്തരത്തിൻ്റെ അനുഭവവും യേശു കർത്താവിലുള്ള അവരുടെ സമർപ്പണവുമൊക്കെ സമൂഹത്തിൻ്റെ നിഴലിലായിരിക്കുവാൻ വേണ്ടി അവർ തീരുമാനിക്കുകയല്ല, അവർ ഉൾവലിഞ്ഞ് ജീവിക്കുകയല്ല. എന്താണ് ചെയ്യുന്നത്?
അവർക്ക് ലഭിച്ചിരിക്കുന്നതായ സൗഖ്യത്തിനും അനുഗ്രഹത്തിനും രൂപാന്തരത്തിൻ്റെ അനുഭവത്തിനും ശേഷം എന്തു ചെയ്യുകയാണ്? ക്രിസ്തുവിനെ അവർ അനുഗമിക്കുകയാണ്. ശക്തമായ സാക്ഷികളായി അവർ തീരുകയാണ്. അതുകൊണ്ട് അവരുടെ സാക്ഷ്യ ജീവിതത്തിൽ നിന്നും ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചുരുങ്ങിയ സമയത്തിൽ 3 കാര്യങ്ങൾ മാത്രം ഈ ഭാഗത്തെ അടിസ്ഥാനമാക്കി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്ത്രീകൾ സുവിശേഷത്തിൻ്റെ സാക്ഷികൾ എന്ന വിഷയമാണ് നാം ഇന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ 3 ചിന്തകൾ എങ്ങനെയാണ് ഒരു സുവിശേഷത്തിൻ്റെ സാക്ഷികളായി തീരുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമതായി ഇവർ കാണിച്ചു നൽകുന്നതായ മാതൃക എന്ന് പറയുന്നത് അനുഗ്രഹം നൽകുന്നവനെ അനുഗമിക്കുന്നതിലൂടെ എന്നാണ്. അനുഗ്രഹം നൽകുന്നവനെ അനുഗമിക്കുന്നതിലൂടെ. ഫോളോ ദ വൺ ഹു ഷവേഴ്സ് അസ് ദ ബ്ലെസ്സിങ്. അനുഗ്രഹങ്ങൾ നൽകി തരുന്നവനെ അനുഗമിക്കുന്നതിലൂടെ. 1-ാം വാക്യം എന്താണ് പറയുന്നത്? അവിടെ ഈ സ്ത്രീകളും ശിഷ്യന്മാരും യേശു കർത്താവും എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്യുകയാണ്? ദേശം തോറും കയറി സഞ്ചരിക്കുകയാണ്. ദൈവരാജ്യം പ്രഘോഷിക്കുന്നതായ അനുഭവം, യേശു കർത്താവിനെ അനുഗമിക്കുന്നതായ അനുഭവം. മഗ്ദലക്കാരത്തിയുടെ ഒരു ചെറിയ വിവരണം അവിടെ പറയുന്നുണ്ട്. 7 ഭൂതങ്ങൾ ബാധിച്ചിരുന്നവളാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഗദരദേശത്തുണ്ടായിരുന്ന ലെഗിയോനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്രമാത്രം ആ ഭൂതഗ്രസ്തനായിരുന്ന ആ മനുഷ്യൻ. അവിടെ ലെഗിയോനാണെങ്കിൽ ഇവിടെ മഗ്ദലക്കാരത്തി മറിയ. അവളുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളുടെ അനുഭവത്തിൽ ആരുണ്ടായിരുന്നു? യേശു കർത്താവ് അവൾക്ക് സൗഖ്യം നൽകുകയാണ്. അവളുടെ ഭൂതങ്ങളെ പുറത്താക്കുകയാണ്. അവൾക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം നൽകുകയാണ്. സമൂഹത്തിൻ്റെ അരികുകളിൽ കടന്നവളാണ്. ആരും ശ്രദ്ധിക്കാതെ എല്ലാവരും ഒരു ഭയചകിതരായി അവോയ്ഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് മഗ്ദലനെ മറിയണമെങ്കിൽ അവളുടെ ഭൂതങ്ങളെ പുറത്താക്കുന്നതിലൂടെ, അവൾക്ക് സൗഖ്യം നൽകുന്നതിലൂടെ, ഒരു ശാരീരികമായ സൗഖ്യം മാത്രമല്ല യേശു പ്രദാനം ചെയ്യുന്നത്, ആത്മീകമായും സാമൂഹികമായും അവൾക്കൊരു സ്ഥാനം നൽകി അവളെ അനുഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? യേശു കർത്താവിനെ മഗ്ദലക്കാരത്തി മറിയ അനുഗമിക്കുകയാണ്. അതുപോലെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിച്ച അനേകം സ്ത്രീകൾ, അവിടെ പേര് പറയുന്നില്ലെങ്കിൽ പോലും അവിടെ പറയുന്നുണ്ട്, എന്ത് ചെയ്യുന്നു? അനുഗ്രഹങ്ങൾ ലഭിച്ചതായ സ്ത്രീകൾ കർത്താവിനെ അനുഗമിക്കുകയാണ്. ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ, ദൈവം നമുക്ക് ചൊരിയുന്നതായ സൗഖ്യം നമുക്ക് നൽകി തരുമ്പോൾ, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജീവിത ചിന്തകൾക്ക് വേണ്ടി മാത്രം നാം പ്രയോഗിക്കുകയും ദൈവത്തെ മറന്നു പോകുന്നവരുമായി നാം തീർന്നു പോകാറുണ്ടോ? നാം നമ്മോട് തന്നെ ശോധന ചെയ്യണം. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ മാത്രം ദൈവത്തെ മുറുകെ പിടിക്കുന്നവരാണോ നാം? അതോ ദൈവം ചൊരിയുന്ന നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും എന്നും വിശ്വസ്തരായി നിലനിൽക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരുന്നുണ്ടോ? ഈ സ്ത്രീകളെ എങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്? ഇവരുടെ അനുഗമനം എന്ന് പറയുന്നത് നിമിഷ നേരത്തേക്കുള്ളതല്ല. ക്രൂശോളം ക്രിസ്തുവിനെ ഈ സ്ത്രീകൾ അനുഗമിക്കുകയാണ്. കുരിശിൻ്റെ അനുഭവത്തിൽ യേശുവിൻ്റെ പങ്കാളികളായി അവർ തീരുകയാണ്. സഹന വഴികളിൽ സാന്ത്വനത്തിൻ്റെ സാമീപ്യമായി സ്ത്രീകൾ മാറുന്നു. സഹന വഴികളിൽ സാന്ത്വനത്തിൻ്റെ സാമീപ്യമായി സ്ത്രീകൾ മാറുന്നു. യേശു കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വസ്തരെന്ന് പറഞ്ഞിരുന്ന പത്രോസും യാക്കോബും യോഹന്നാനും എല്ലാം ക്രൂശിൻ്റെ അനുഭവം എത്തിയപ്പോൾ എന്ത് ചെയ്തു? ഓടിപ്പോയി. അവരുടെ സാഹചര്യം അങ്ങനെയായിരുന്നു. എന്നാൽ സ്ത്രീകൾ എന്ത് ചെയ്യുകയാണ്? സഹനത്തിൻ്റെ വഴിയിൽ കർത്താവിനെ പിന്തുടരുകയാണ്. സുവിശേഷകർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കുരിശിൻ്റെ അടിയിൽ വളരെ വിഷമതയോടെ യേശു കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായ സ്ത്രീകളുടെ സാന്നിധ്യം. കൂടെയുണ്ടായിരുന്ന ശിഷ്യർ ഓടിപ്പോകുമ്പോഴും സഹനയാത്രയിൽ കർത്താവിന് കാവലായി സാന്ത്വനം നൽകുന്നതായ സ്ത്രീ കഥാപാത്രങ്ങൾ. അതുകൊണ്ടാണ് യേശു കർത്താവ് ഉദ്ധിതനായ ശേഷം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആർക്കാണ്? മഗ്ദലന മറിയയ്ക്കാണ്. അവളോടാണ് പറയുന്നത്, നീ ചെന്ന് ശിഷ്യന്മാരോട്, അപ്പോസ്തലന്മാരോട് ഈ ഉദ്ധാനം ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന സദ്വാർത്ത അറിയിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം ഈ ഒരു ഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ദൈവം നമുക്ക് ചൊരിയുന്നതായ നന്മകൾ എല്ലാം ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ വഴിക്ക് ദൈവവും വേണ്ട, പള്ളിയും വേണ്ട, പട്ടക്കാരനും വേണ്ട എന്ന ചിന്തയേക്കാൾ അപ്പുറമായി കൂടുതലായി ദൈവത്തിന് വേണ്ടി ഓടുവാൻ, ദൈവത്തെ അനുഗമിക്കുവാൻ, ക്രൂശിൻ്റെ യാത്രയിൽ യേശുവിന് വേണ്ടി പിന്തുടരുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. അങ്ങനെ യേശു കർത്താവിനെ നാം അനുഗമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ഭാവമുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് ഇടയായിത്തീരും. എന്താണ് ക്രിസ്തു ഭാവം? ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ ഇടയായിത്തീരും. 2 മാസങ്ങൾക്ക് മുമ്പ് വാർത്താ മാധ്യമങ്ങളിൽ വന്നതായ ഒരു കഥയാണ് റോസമ്മയുടെ കഥ. നിങ്ങളൊക്കെ കണ്ടു കാണും. കോട്ടയംകാരിയായ റോസമ്മ എന്ന സ്ത്രീയുടെ കഥ. ലോട്ടറി കച്ചവടക്കാരിയാണ്. 2 കണ്ണുകളും അവർക്ക് കാണുകയില്ല. കാഴ്ച നഷ്ടപ്പെട്ടതായ റോസമ്മ
കുറച്ച് നാളുകൾക്ക് മുൻപാണ് അന്ധയായ അവരുടെ ഭർത്താവും ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. വലിയ പ്രതിസന്ധികളുടെ അനുഭവമാണ്. എന്നാലും ലോട്ടറി വിറ്റുകൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്നതായ റോസമ്മ ഒരു ദിവസം മനസ്സിലാക്കുകയാണ്, ആരോ തന്നെ പറ്റിക്കുന്നുണ്ട്. തൻ്റെ കയ്യിൽ നിന്നും ലോട്ടറികൾ ഒരുപാട് മിസ്സാവുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? പൈസ കിട്ടുന്നില്ല. ലോട്ടറികൾ നഷ്ടപ്പെടുന്നു, പൈസ കിട്ടുന്നില്ല. അങ്ങനെ വേറൊരു സുഹൃത്തിൻ്റെ സഹായത്തോടെ ഈ റോസമ്മ ഒരു പെൻ ക്യാമറ തൻ്റെ സാരിത്തുമ്പിൽ ഘടിപ്പിക്കുകയാണ്. അങ്ങനെ ഈ പെൻ ക്യാമറ ഘടിപ്പിച്ചതിന് ശേഷം ഈ ആളെ പിടികൂടി. ആരാണ് ലോട്ടറി എടുക്കുന്നതെന്ന് റോസമ്മയ്ക്ക് കൃത്യമായി മനസ്സിലായി. അടുത്ത ദിവസം ഈ ആൾ ലോട്ടറി വാങ്ങിക്കുവാൻ എന്ന ധാരണ വന്നപ്പോൾ അദ്ദേഹത്തോട് ഈ റോസമ്മ പറഞ്ഞു, നിങ്ങളെ എനിക്ക് മനസ്സിലായി, നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് ലോട്ടറി എടുക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് വലിയ അതിശയം, എങ്ങനെയാണ് കാഴ്ചയില്ലാത്ത ഈ റോസമ്മ ഇത് മനസ്സിലാക്കിയത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഈ ഒരു പെൻ ക്യാമറയുണ്ട്. ആ പെൻ ക്യാമറയിൽ നിങ്ങളുടെ മുഖവും നിങ്ങൾ ഈ ലോട്ടറി എടുത്തുകൊണ്ട് പോകുന്നതും എല്ലാം ഇതിനകത്ത് പതിഞ്ഞിട്ടുണ്ട് എന്ന് ആ മനുഷ്യനോട് പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യനോട് ഈ റോസമ്മ പറഞ്ഞതായ ഒരു കാര്യം, ഇനി ഇങ്ങനെ ചെയ്യരുത്. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ ഇതുപോലെയുള്ള ഈ ലോട്ടറി വിറ്റാണ് ഉപജീവനം കഴിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യരുത് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ക്ഷമിച്ച് അവനെ വിടുകയാണ്. അപ്പോൾ ന്യൂസുകാരൊക്കെ ഈ വാർത്ത അറിഞ്ഞ് റോസമ്മയുടെ അടുക്കൽ വന്നപ്പോൾ റോസമ്മയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകാഞ്ഞത്? പോലീസിൽ ഒരു പരാതി കൊടുക്കാറുന്നില്ല? ഇത്രയും ലോട്ടറികളുടെ നഷ്ടമൊക്കെ, പൈസ നഷ്ടം നിങ്ങൾക്ക് വന്നതല്ലേ, എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ റോസമ്മ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞാൻ എല്ലാ ആഴ്ചയും ദേവാലയത്തിൽ പോകാറുണ്ട്. എല്ലാ ആഴ്ചയും എല്ലാ ഞായറാഴ്ചയും ഞാൻ ആരാധനകളിൽ പങ്കെടുക്കും. അവിടെ ഞാൻ കേൾക്കുന്നതായ സുവിശേഷം അത് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സുവിശേഷമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുൻപാകെ, മനുഷ്യരുടെ മുൻപാകെ ഞാനൊരു പക്ഷേ ദരിദ്രയായിരിക്കാം, എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ, സ്വർഗത്തിൻ്റെ മുൻപാകെ ഞാൻ സമ്പന്നയാണ് എന്ന് റോസമ്മ പറയുകയാണ്. അതാണ് യഥാർത്ഥമായ ക്രിസ്തീയ സാക്ഷ്യമെന്ന് പറയുന്നത്. ക്രിസ്തുവിനെ നാം അനുഗമിക്കുമ്പോൾ ക്രിസ്തുഭാവമുള്ളവരായി, ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും മാതൃകകളെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. അപ്രകാരം സുവിശേഷത്തിൻ്റെ സാക്ഷികളായി തീരുവാനിടയായിത്തീരും. രണ്ടാമതായി, ദൈവരാജ്യ ശുശ്രൂഷകളിൽ സഹായിക്കുന്നതിലൂടെ നമുക്ക് നല്ല സാക്ഷികളായി തീരാമെന്നാണ്. ഹെൽപ്പിംഗ് ഔട്ട് ഫോർ ദ കിങ്ഡം മിനിസ്ട്രി, സഹായം ചെയ്യുന്നതിലൂടെ, മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ, ദൈവരാജ്യ ശുശ്രൂഷകളിൽ സഹായിക്കുന്നതിലൂടെ. മൂന്നാം വാക്യം എന്താണ് പറയുന്നത്? അവിടെ യോഹന്നെയും ശുഷന്നെയും തങ്ങളുടെ വസ്തുവകകൾ കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റ് പല സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്താണ് ചെയ്യുന്നത്? തങ്ങളുടെ സമ്പാദ്യങ്ങൾ കൊണ്ട്, തങ്ങളുടെ വസ്തുവകകൾ കൊണ്ട് ഈ കിങ്ഡം മിനിസ്ട്രിക്ക് സഹായിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതായ സ്ത്രീകളെയാണ് അവിടെ കാണുന്നത്. അവരെ അനുഗമിച്ചുകൊണ്ട് കർത്താവ് ചെയ്യുന്നതായ രോഗസൗഖ്യ ശുശ്രൂഷകളെയൊക്കെ ബാഹ്യമായി കാണുന്നവർ മാത്രമല്ല, എല്ലാം ഒന്ന് കാഴ്ചക്കാരായി തീരുന്നവർ മാത്രമല്ല, എന്താണ് അവരുടെ ഒരു പങ്കാളിത്തം അവർ ഉറപ്പുവരുത്തുകയാണ്, ഒരു പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുകയാണ്. തങ്ങളുടെ അധ്വാനം കൊണ്ട് ലഭിക്കുന്നതായ സമ്പത്ത് കൊണ്ട് സഹായിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. രണ്ടാം പാഠമായി നാം വായിച്ചു കേട്ടു രക്താംബരം വിൽക്കുന്നവളായ ലുദിയയുടെ കഥ. അവളൊരു വലിയ ബിസിനസ് പേഴ്സണാണ്. എന്നാൽ അവൾക്ക് കിട്ടുന്നതായ സമ്പാദ്യം, അവൾ സ്വരൂപിക്കുന്നതായ പണവും അതിൻ്റെ ഒരു അംശം എന്തിനു വേണ്ടി ചിലവാക്കുകയാണ്? ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി, സുവിശേഷത്തിന് വേണ്ടി, സുവിശേഷം മറ്റുള്ളവരിൽ എത്തിക്കുന്നതിന് വേണ്ടി ചിലവാക്കുകയാണ്. അവർ ജസ്റ്റ് സ്പോൺസേഴ്സ് മാത്രമല്ല, പൈസ നൽകിയിട്ട് എന്തെങ്കിലും ചെയ്തോ എന്ന് പറയുകയല്ല, കർത്താവിൻ്റെ കൂടെ നടന്നുകൊണ്ട് അനുഗമിച്ചുകൊണ്ട് തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ സമയവും എല്ലാം നൽകുന്നതായ അനുഭവം. നമ്മുടെ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി എപ്പോഴും പറയുന്നതായ ഒരു കാര്യമുണ്ട്, ലൈഫ് ടൈത്ത് ഫോർ ക്രൈസ്റ്റ് എന്നാണ്. ജീവിതം തന്നെ ദശാംശമായി സമർപ്പിക്കണമെന്ന് പറയാറുണ്ട്. അധ്യാപകരായിരിക്കാം, ഡോക്ടർമാരായിരിക്കാം, എന്നാൽ നമ്മുടെ തൊഴിൽ മേഖലകളിൽ നാം പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? മിഷൻ ഫീൽഡുകളിലും ആവശ്യത്തിലിരിക്കുന്നവരെ കരുതുവാനും നമ്മുടെ സേവനങ്ങൾ എത്തിക്കുവാനും അവരെ സഹായിക്കുവാനും നമുക്ക് ഇടയായിത്തീരണം. അതുകൊണ്ട് ദശാംശമായി നാം ഇന്ന് നമ്മുടെ സമർപ്പണങ്ങൾ പൈസയായി നാം നൽകിയതുപോലെ തന്നെ പ്രാധാന്യമാണ് എന്ത്? സാമ്പത്തികമായി സഹായിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമയവും നമ്മളെ തന്നെ, നമ്മുടെ ജീവിതവും സമർപ്പിക്കുവാനായിട്ട്, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. 1890 തൻ്റെ മാതാപിതാക്കളെ കാണുവാൻ വേണ്ടി അമേരിക്കയിൽ നിന്നും ഒരു 20 വയസ്സുള്ള വനിത കടന്നു വരികയുണ്ടായി. അവൾക്ക് മനസ്സിലായി സൗത്ത് ഇന്ത്യയിൽ മിഷണറിമാരായി പ്രവർത്തിക്കുന്ന മാതാപിതാക്കൾ തീരെ വയ്യാതിരിക്കുന്ന അവസ്ഥയിലാണ് കാണുവാൻ വേണ്ടി വന്നത്. അങ്ങനെ അവിടെ അവൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ, അവൾ മാതാപിതാക്കളോടൊപ്പം ആയിരുന്നപ്പോൾ ഒരു ഗ്രാമവാസി ഇവരെ കാണാൻ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ പ്രസവിക്കുവാൻ വേണ്ടി പോവുകയാണ്, അവൾക്ക് വലിയ വേദനയുണ്ട്, ഒന്ന് വന്ന് നോക്കണമെന്ന് ഈ വനിതയോട് പറഞ്ഞു.
ഈ മകളോട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല, ഞാൻ തിയോളജിയാണ് പഠിച്ചത്, ഞാൻ സെമിനാരിയിലാണ് പഠിച്ചത്, എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ എൻ്റെ പിതാവ് ഒരു മിഷണറി ഡോക്ടറാണ്, ഞാൻ എൻ്റെ പിതാവിനോട് പറയാം, അദ്ദേഹം പറഞ്ഞു തരുന്ന അനുസരിച്ച് ഞാൻ ചെയ്യാം, ശുശ്രൂഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ പുരുഷൻ പറഞ്ഞു, അങ്ങനെ ആ ഒരു പുരുഷൻ ആ ഗർഭസമയത്ത് എൻ്റെ ഭാര്യയോടൊപ്പമായിരുന്നാൽ അത് ഞങ്ങളുടെ സംസ്കാരത്തിന് ശരിയായതല്ല എന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും ഒരു മുസ്ലിം പുരുഷൻ കടന്നു വരികയാണ്. അപ്പോൾ ആ മനുഷ്യനും ഇതുപോലെ പറഞ്ഞു, ഒരു പുരുഷ സാന്നിധ്യം ഞങ്ങളുടെ ഭവനത്തിൽ അത് ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞു. വീണ്ടും ഒരു ഹിന്ദു മനുഷ്യൻ വന്നു എന്നാണ് പറയുന്നത്. ആ മനുഷ്യനും ഇതുപോലെ മടങ്ങിപ്പോവുകയാണ്. 3 പേരും തിരിച്ച് മടങ്ങി വീട്ടിലേക്ക് പോയി. ഐഡാസ്കിഡർ എന്ന ഈ വനിത വളരെ വിഷമതയോടെ അന്ന് രാത്രി ഉറങ്ങാതിരിക്കുകയാണ്. രാവിലെ ആയപ്പോഴാണ് ഈ ഐഡാസ്കിഡർ ഒരു വാർത്ത അറിയുന്നത്. ഈ തന്നെ കാണുവാൻ വേണ്ടി വന്ന 3 ഗർഭസ്ഥ സ്ത്രീകളും അവരുടെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളും മരണപ്പെടുകയാണ്. 3 പേരും, 3 സ്ത്രീകളും 3 ജീവനും കുഞ്ഞും മരണപ്പെടുകയാണ്. ഐഡാസ്കിഡർ തീരുമാനിച്ചു മടങ്ങിപ്പോണം, അമേരിക്കയിലേക്ക് മടങ്ങിപ്പോണം. അങ്ങനെ മടങ്ങിപ്പോയി അവർ MBBS മെഡിക്കൽ പഠനം പൂർത്തീകരിച്ച് തിരിച്ച് 1899 ഇന്ത്യയിലേക്ക് മടങ്ങി വരികയും ഒരു ചെറിയ ക്ലിനിക്കായി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അമ്മകളെയും കുഞ്ഞുങ്ങളെയും കരുതുവാനും അവരെ പ്രസവ ശുശ്രൂഷയിൽ സഹായിക്കുവാൻ വേണ്ടി ആരംഭിച്ചതായ ഒരു ചെറിയ ക്ലിനിക്കിൽ 1890 ആരംഭിച്ചതായ സംരംഭമാണ് ഇന്ന് നമുക്കെല്ലാവർക്കും ഏറെ പരിചിതവും നമുക്കെല്ലാവർക്കും വളരെ സഹായം നൽകുന്നതും ആതുര ശുശ്രൂഷാ രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതുമായ ഹോസ്പിറ്റലായി ക്രിസ്ത്യൻ മെഡിക്കൽ ഹോസ്പിറ്റൽ വെല്ലൂർ, CMC വെല്ലൂരായി ഇന്ന് വളർന്നിരിക്കുന്നത്. ഐഡാസ്കിഡർ എന്ന ആ ചെറുപ്പക്കാരി എടുത്തതായ തീരുമാനമാണ്. തൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാവണമെന്ന് അവൾ തീരുമാനിച്ചപ്പോൾ, അവൾ മറ്റുള്ളവരെ സഹായിക്കുവാനായി ദൈവരാജ്യ ശുശ്രൂഷയിൽ തന്നെ സമർപ്പിച്ചപ്പോൾ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുകയാണ്. അതുകൊണ്ട് നമ്മുടെ സമ്പത്തും സമ്പാദ്യവും നൽകുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമയവും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകുവാനായി നമുക്ക് ഇടയായി തീരണം. അപ്രകാരം ചെയ്യുമ്പോൾ കർത്താവിൻ്റെ നല്ല സാക്ഷികളായി നിലനിൽക്കുവാൻ നമുക്കിടയായി തീരാം. ഞാൻ ചിന്ത അവസാനിപ്പിക്കട്ടെ. 3-മതായി എങ്ങനെയാണ് നല്ല സാക്ഷികളായി തീരുവാൻ ഇടയായി തീരുന്നത്? അത് സകലരെയും ഉൾക്കൊള്ളുന്നതിലൂടെയാണ്. എംബ്രേസിങ് എവ്രി വൺ, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിലൂടെയാണ്. അവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ കുട്ടികളെന്നോ വൃദ്ധരായവരെന്നോ വ്യത്യാസമില്ല. എല്ലാവരും എന്താണ്? ദൈവരാജ്യത്തിൽ എല്ലാവരും ഒന്നാണ്. ഒരുപോലെ എല്ലാവരെയും കാണുവാൻ ഇടയായിത്തീരണം. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരിക്കലും നേതാക്കളെ അനുഗമിക്കുവാൻ, ഫോളോ ചെയ്യുവാനായിട്ട് സ്ത്രീകൾക്ക് അധികാരമില്ലായിരുന്നു. മോശയെ അനുഗമിച്ചവരുടെ കൂട്ടത്തിൽ എപ്പോഴും മൂപ്പന്മാരാണ് ഉണ്ടായിരുന്നത്. ദാവീദിനെ അനുഗമിച്ചവരുടെ കൂട്ടത്തിൽ വലിയ വീരന്മാരാണ് ഉണ്ടായിരുന്നതെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. എന്നാൽ യേശു കർത്താവിനെ അനുഗമിച്ചവരുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? സ്ത്രീകളുണ്ടായിരുന്നു. അവിടെ ഒന്നും വ്യത്യസ്തമല്ല. എല്ലാവരെയും യേശു കർത്താവ് ഒരുപോലെ കാണുകയാണ്. ശിശുക്കളെ ഒരുപോലെ കാണുന്ന മനോഭാവം, സ്ത്രീകളെ ഒരുപോലെ കാണുന്നതായ മനോഭാവം. അതുകൊണ്ട് സഭയുടെ ശുശ്രൂഷയിൽ, സഭയുടെ കെട്ടുപണിയിൽ സ്ത്രീകൾക്ക് വലിയ പങ്കാളിത്തമുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് സേവ്യാസംഘ ദിനമായിട്ടൊക്കെ നാം ഓർക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളെയൊക്കെ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാണ്ടമ്മ കൊച്ചമ്മയും മിസ്സസ് കെല്ലവയും മിസ്സസ് നിക്കോൾസനും പോലെയുള്ള സ്ത്രീകളുടെ വലിയ ശുശ്രൂഷയും സേവനവും കൊണ്ടാണ് നമ്മുടെ സഭയൊക്കെ ഇന്ന് ആയിരിക്കുന്ന ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് സേവ്യാസംഘ ദിനമായി നാം ഓർക്കുകയും കൊണ്ടാടുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതങ്ങളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. തിരിഞ്ഞു നോക്കി മുൻപോട്ട് കൂടുതലായി ഓടുവാൻ ഇടയായിത്തീരണം. എല്ലാവരെയും ഒരുപോലെ മുറുകെ പിടിക്കുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് വിവേചനത്തിൻ്റെ വേദികൾ ഒരുക്കുന്നവരായി തീരാതെ എല്ലാവരെയും ഒരുപോലെ കൂട്ടിക്കൊണ്ടുവരുവാൻ നമുക്ക് ഇടയായിത്തീരണം. നാം ശ്ലീഹ ഭാഗമായി വായിച്ച ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു കർത്താവിന് മുൻപിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നുമില്ല. എന്താണ്? എല്ലാവരും ക്രിസ്തയേശുവിൽ ഒന്നത്രേ. അവിടെ യാതൊരു വിവേചനവുമില്ല. ഇന്ന് നമ്മുടെ സഭയിൽ, നമ്മുടെ ഇടവകളിലൊക്കെ ഈ വിവേചനങ്ങൾ ഉണ്ടെങ്കിൽ നാം ഒന്നും കൂടെ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പത്രോസിൻ്റെ ഉള്ളിൽ ഈ ഒരു വിവേചന ചിന്ത വന്നപ്പോഴാണ് യേശു കർത്താവ് എന്ത് ചെയ്തത്? ഒരു തുപ്പട്ടിയുടെ ദർശനം പത്രോസിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, യേശു കർത്താവിന് വിവേചനമില്ല, കർത്താവിൻ്റെ ദൈവരാജ്യത്തിൽ ആർക്കും വിവേചനമില്ല, എല്ലാവരും സമന്മാരാണ് എന്ന് പത്രോസിനെ ഉദ്ബോധിപ്പിക്കുകയാണ്. പിന്നീടുള്ള പത്രോസിൻ്റെ ലേഖനങ്ങളും പത്രോസിൻ്റെ വഴിയാത്രകളിലുമൊക്കെ അത് അവനെ വളരെ ശക്തമായി സുവിശേഷത്തിൻ്റെ സാക്ഷിയായി നിലനിൽക്കുന്നതിന് ഇടയായിത്തീർന്നു. അതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണുവാനും ഒരുപോലെ നമ്മുടെ സഭാ ശുശ്രൂഷകളിൽ സ്ഥാനം നൽകുവാനും നമുക്ക് ഇടയായിത്തീരണം. 3 ചെറിയ ചിന്തകൾ മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എങ്ങനെയാണ് ക്രിസ്തുവിനെ നമുക്ക് നല്ല സാക്ഷികളായി, ക്രിസ്തുവിനെ സാക്ഷിക്കുവാനായി നമുക്ക് ഇടയായിത്തീരുന്നത്? സാക്ഷ്യം, സഹായം, സമത്വം എന്നുള്ളതാണ്. സാക്ഷ്യം,
ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെ, അനുഗ്രഹങ്ങൾ നൽകിത്തരുന്നവനെ അനുഗമിക്കുന്നതിലൂടെ, അവനെ മറന്നു പോകുന്നവരായി തീരാതെ അവനെ മുറുകെ പിടിക്കുവാൻ, അവനെ അനുഗമിച്ചുകൊണ്ട് ക്രിസ്തു ഭാവമുള്ളവരായി തീരുവാൻ നമുക്കിടയായിത്തീരണം. 2, സഹായം. പരസ്പരം സഹായിക്കുന്നതിലൂടെ നമ്മുടെ സമയവും നമ്മുടെ സമ്പാദ്യവും യേശു കർത്താവിനാൽ സ്ഥാപിതമായ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി നൽകുന്നതിലൂടെ സുവിശേഷത്തിൻ്റെ നല്ല സാക്ഷികളായി തീരുവാൻ നമുക്കിടയായിത്തീരും. 3, സമത്വം. അവിടെ എല്ലാവരും ഒന്നാണ്. എല്ലാവരെയും മുറുകെ പിടിക്കുവാനായിട്ട്, എല്ലാവർക്കും തുല്യ പങ്കാളിത്തം നൽകുവാനും നമുക്ക് ഇടയായിത്തീരുമ്പോൾ അത് യഥാർത്ഥമായ സുവിശേഷം, അത് സാക്ഷീകരണത്തിൻ്റെ അനുഭവമായി തീരും. എൻ്റെ മാതാവിനെ ഞാൻ ഈ സമയം ഓർത്തു പോവുകയാണ്. അമ്മ സേവ്യാസംഘത്തിലും സൺഡേ സ്കൂൾ അധ്യാപികയായിട്ടെല്ലാം പ്രവർത്തിക്കുകയുണ്ടായി. അനേകം ജീവിതങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കരുതുവാനും അമ്മയ്ക്ക് ഇടയായിത്തീർന്നു. ക്യാൻസറിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന സമയത്ത് പോലും എനിക്ക് ഓർമ്മയുണ്ട്, വളരെ പ്രത്യാശയായിരുന്നു ആ മുഖത്ത്. വേദനകളുടെ മധ്യത്തിലും ദൈവവചനം മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. നല്ല സാക്ഷികളായി നിലനിൽക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികൾ അനേകം കടന്നു വരുമ്പോഴും, പ്രതികൂല സാഹചര്യങ്ങൾ അനവധി വന്നാലും യേശു കർത്താവിനെ അനുഗമിക്കുവാൻ, കർത്താവ് ഭരിച്ചതായ, കർത്താവ് കൊണ്ടതായ ആ സഹനത്തിൻ്റെ പാതയിൽ നമുക്കും സഞ്ചരിക്കുവാൻ ഇടയായതാണ്. ജീവിതത്തിൽ വേദനകളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? യേശു കർത്താവിനെ ഒന്ന് നോക്കണം. യേശു കർത്താവ് സഞ്ചരിച്ചതായ വഴിയെ ഒന്ന് നോക്കുമ്പോൾ ആ വലിയ സഹനത്തിൻ്റെ അത്രയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസങ്ങൾ വരികയില്ല എന്ന് മനസ്സിലാക്കുവാൻ, ക്രൂശിൽ അന്ത്യത്തോളം ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ എല്ലാ ദിവസവും നാം നമ്മോട് തന്നെ ചോദിക്കണം, ഇനി ഈ ക്രൂശിലേക്ക് എത്ര ദൂരം ഞാൻ സഞ്ചരിക്കേണ്ടതുണ്ട്? അപ്രകാരം ശോധന ചെയ്യുവാൻ, യഥാർത്ഥ ക്രിസ്തീയ സുവിശേഷ സാക്ഷികളായി നിലനിൽപ്പാൻ സേവ്യാസംഘത്തിലെ പ്രിയ അംഗങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.